ഹായ്, പുതിയൊരു സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 620 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനും ഒരു വീടിന്റെ 3D പ്ലാന്, എലിവേഷൻ ഡിസൈൻ ഇതൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ഹരി, അനുഗ്രാസിന്റെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർ, എറണാകുളം, പാലക്കാട് ജില്ലകളിലാണ് കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുക. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ വീടിന്റെ പ്ലാൻ 3D കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഈ ഒരു വർക്ക് നമ്മൾ നമ്മുടെ ഓഫീസിലേക്ക് വന്ന ഒരു ക്ലയന്റിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നതാണ്. ഡിസൈനിങ്, അതിന്റെ പെർമിറ്റ് കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ചെറിയൊരു സൂപ്പർവിഷൻ പോലെയൊക്കെയാണ് അത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയന്റ് നമ്മുടെ ഓഫീസിലേക്ക് വന്നിട്ട് അവരുടെ കയ്യിൽ ഇതിന്റെ പ്ലാനും എലിവേഷനൊക്കെ ഉണ്ടായിരുന്നു ഓൾറെഡി. അവർക്ക് ഫേസ്ബുക്കിൽ നിന്ന് അവിടെ നിന്ന് കിട്ടിയൊരു പ്ലാനും അതിന്റെ എലിവേഷൻ ഡിസൈനും ഉണ്ടായിരുന്നു. അതൊരു 750 സ്ക്വയർ ഫീറ്റ് എബവ് വരുന്ന ഒരു പ്ലാനായിരുന്നു. സിറ്റ് ഔട്ട്, ലിവിംഗ് കം ഡൈനിങ് ഹാള്, 2 ബെഡ്റൂമുകൾ, ഒരു കോമൺ ബാത്റൂം, ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, കിച്ചൺ, ഇങ്ങനെയുള്ള ഒരു 750 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു പ്ലാൻ ആയിരുന്നു. 620 സ്ക്വയർ ഫീറ്റിലേക്ക് ആ ഒരു പ്ലാനിനെ മാറ്റുന്നു. അതിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല. എലിവേഷൻ ഡിസൈനും പ്ലാനൊക്കെ സെയിം പാറ്റേണിൽ തന്നെ നമുക്ക് വേണം. എലിവേഷനിൽ ഫ്രണ്ടിൽ വരുന്ന ഒരു വിൻഡോയുടെ ഡിസൈൻ ചെറുതായിട്ടൊന്ന് മാറ്റാനുണ്ട്. പ്ലാനിൽ ഒരു മാറ്റവും പറഞ്ഞില്ല. അന്ന് അതിൻ്റെ ഒരു കോമൺ ബാത്റൂം ആയിരുന്നു ഉണ്ടായിരുന്നു, 2 ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ആയിട്ട് മാറ്റുന്നു. നമ്മുടെ ചാനൽ കാണുന്ന പ്ലാൻ ആയാലും അല്ലെങ്കിൽ എവിടെ നിന്ന് കിട്ടിയ പ്ലാൻ ആയാലും ഓരോ പ്ലാനുകളും അതിന്റെ റിക്വയർമെന്റ്സ് ഒക്കെ ഉദാഹരണത്തിൽ ആ പുള്ളിക്ക് ആ ഒരു ഇത് തന്നെ മതി എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം വരുന്നത് അതിന്റെ ഒരു പ്ലോട്ട് ഉണ്ടല്ലോ, പ്ലോട്ടിന്റെ ഒരു ഞാൻ ഒരു ഇന്റീരിയറിന്റെ വർക്ക് എറണാകുളം ജില്ലയിലെ ഒരു ഓഫീസ് അതിന്റെ നടന്നുകൊണ്ടിരിക്കുകയാണ്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് സൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്താണ് ഡെയിലി വീഡിയോസ് ഒന്നും ചെയ്യാനായിട്ട് പറ്റാറില്ല. അതുകൊണ്ടാണ് പറഞ്ഞു തന്നത്. നമ്മുടെ ആ ഒരു പ്ലോട്ടിനനുസരിച്ചായിരിക്കണം ഏത് പ്ലാൻ, ഇപ്പോൾ നമ്മൾ എവിടെ നിന്ന് പ്ലാൻ എടുത്താലും അത് ഡിസൈൻ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലാൻ ഞാൻ ഇവരുടെ ഒരു സൈറ്റ് പ്ലാനിലേക്ക് ഒരു പ്ലാൻ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ സൈറ്റ് പ്ലാൻ വരുന്നത്. ഈ ഭാഗത്തായിട്ട് ഇതാണ് മുൻവശം. അവിടെ ഒരു 3 മീറ്റർ നമ്മൾ സെറ്റ് ബാക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു 3 മീറ്റർ നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഈ ഒരു വശത്തുനിന്ന് 1 മീറ്റർ, അതുപോലെ ഈ ഒരു വശത്തും 1 മീറ്റർ സെറ്റ് ബാക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ പുറത്തുനിന്ന് 1.5 മീറ്റർ ആണ് നമ്മൾ കൂടെ സെറ്റ് ബാക്ക് കൊടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലുള്ള സ്പേസിലാണ് നമുക്ക് വീട് ചെയ്യാനായിട്ട് വെച്ചുള്ളൂ. 2 ബെഡ്റൂമുകൾ ആണ് വരുന്നത്. ഈ 2 കോർണറുകളിലായിട്ട് ഈ 2 ബെഡ്റൂമുകൾ നമ്മൾ വരക്കുകയാണ്. ഈ ഭാഗത്തായിട്ട് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഈ ഒരു കോർണറിൽ ഈ വീടിൻ്റെ കിച്ചൺ വരുന്നു. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ലിവിംഗ് കം ഡൈനിങ് ഹാൾ വരുന്നത്. ഈ കോർണറിൽ സിറ്റ് ഔട്ടും വരുന്നു. ഇതിങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പ്ലാൻ ഏകദേശം വരുന്നത്. ഒരു സിറ്റ് ഔട്ടെന്നും ഒരു ലിവിംഗ് കം ഡൈനിങ് ഹാൾ, അവിടെ നിന്ന് കിച്ചൺ, ഈ ഭാഗത്തായിട്ട് ഒരു വാഷ് ഏരിയ, അവിടെ സ്പേസ് നോക്കിയിട്ട് അവിടെ ഒരു വാഷ് ഏരിയ കൊടുക്കണം. ഇവിടെ ആയിട്ട് ഈ റൂമിലേക്കുള്ള ഡോറ് വരാം. ഓക്കെ, ബാത്റൂമത്തെ ചെറുതൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ 2 ഡോറുകളും ഈ ഒരു പോർഷനിലേക്ക് മാറ്റാവുന്നതാണ്. ഇവിടെ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ബെഡ്റൂമിലേക്കും ഡോറ് വരുന്നതായിരിക്കും. ഇൻ കേസ് ഇവിടെ നമുക്ക് ഈ ഒരു കിച്ചണിൻ്റെ സൈസ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു കട്ടിങ് പുറത്തേക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അത് നമ്മൾ ആ ഒരു സൈറ്റ് പ്ലാൻ്റെ കറക്റ്റ് അളവിൽ സോഫ്റ്റ്വെയറിലോട്ട് വരച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ടോ അല്ലയോ എന്നുള്ളത് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാൻ വരുന്നത്. ഇതൊരു 620 സ്ക്വയർ ഫീറ്റിൽ താഴെ നിർത്തണം എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഈ ഒരു വീടിന്റെ പ്ലാൻ വരുന്നത്. 617 സ്ക്വയർ ഫീറ്റ് ആണ് ഏരിയ വരുന്നത്. ചെറിയൊരു സെറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്, 220-120 സെന്റിമീറ്റർ നിലയിലാണ്. അവിടെ നിന്ന് ഒരു ചെറിയൊരു ഒരു ലിവിംഗ് കം ഡൈനിങ് ഹാളാണ് കൊടുത്തിട്ടുള്ളത്. 330-368 സെന്റിമീറ്റർ നിലയിലാണ്. ഇവിടെ ഒരു കിച്ചൺ കാണാവുന്നതാണ്. 2 ബെഡ്റൂമുകൾ വരുന്നുണ്ട്. 300-330 സെന്റിമീറ്റർ നിലയിലാണ് ഒരു ബെഡ്റൂം. അതുപോലെ 300-310 സെന്റിമീറ്റർ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. രണ്ട് ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്ലാനിൽ വരുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീടിന്റെ 3D പ്ലാൻ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു എന്താണ്, നമുക്കൊരു ഡിസൈനിങ്ങിന് വേണ്ടി മാത്രമായിട്ട് വരുന്നതല്ല ഈ വർക്ക് വരുന്നത്. അതിൻ്റെ ഒരു സൂപ്പർവിഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിന്റെ സെറ്റ് ഔട്ടിങ് മുതൽ അവരുടെ കൂടെ ഉണ്ടാവും, ക്ലയന്റിന്റെ കൂടെ ഉണ്ടാവും.
അപ്പോൾ നമ്മളുടെ ഒരു വർക്കിന് വേണ്ടിയിട്ട് 3D പ്ലാൻ അതുപോലെ എലിവേഷൻ ഡിസൈനൊക്കെ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ 3D പ്ലാൻ 3D കട്ട് ഓഫ് പ്ലാൻ നമുക്ക് കാണാം. അപ്പോൾ പ്ലാനുള്ള കാര്യങ്ങൾ തന്നെ പക്ഷെ കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇത് കാണാനായിട്ട് പറ്റുന്ന മാത്രമേ ഉള്ളൂ അതിൽ. അപ്പോൾ 3D പ്ലാൻ കണ്ടിട്ട് വരാം. ഇത് ഈ ഒരു വീടിൻ്റെ 3D പ്ലാനാണ്. നമുക്ക് പ്ലാനിൽ കണ്ട കാര്യങ്ങൾ നമുക്ക് പിന്നെ ഇവിടെ നോക്കാം. ഇവിടെ സിറ്റ് ഔട്ട് വരുന്നുണ്ട്. അപ്പോൾ സിറ്റ് ഔട്ടിൽ ഒരു ചെയർ ഇട്ടപ്പോൾ എത്രയാണ് സ്പേസ് വരുന്നത് എന്നുള്ളതൊക്കെ നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അടുത്ത നമ്മളൊരു ലിവിംഗ് കം ഡൈനിങ് ഹാളിലേക്കാണ് കിടക്കുന്നത്. അതുകൂടെ ഒരു ചെറിയൊരു സോഫ അതുപോലെ ചെറിയൊരു ഡൈനിങ് ടേബിൾ ഒക്കെയാണ് നമുക്കിവിടെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ ഭാഗത്തായിട്ട് ഒരു വാഷ് കൗണ്ടർ വരുന്നുണ്ട്. ഇവിടെയായിട്ട് കിച്ചൺ 2 ബെഡ്റൂമുകൾ കാണാവുന്നതാണ്. അതിൻ്റെ ബെഡിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാവും. അതുപോലെ 2 ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്ലാനിൽ വരുന്നത്. വീടിൻ്റെ പ്ലാൻ ഇത് റെഡിയായി കണ്ടല്ലോ. നമുക്ക് ഇനി ഒരു എലിവേഷൻ ഡിസൈൻ കാണാം. അപ്പോൾ ഇതിൽ ക്ലയൻറ്റ് നമുക്കൊരു റെഫറൻസ് ആയിട്ടൊരു എലിവേഷൻ ഡിസൈൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും അങ്ങനെ വരുത്തിയിട്ടില്ല. ഒരു വിൻഡോയുടെ ഡിസൈൻ ഒന്നും മാറ്റുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു പെയിൻറ്റിൻ്റെ ആ ഒരു കളറും മാറ്റിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു എലിവേഷൻ ഡിസൈൻ കാണാം. വീടിൻ്റെ പ്ലാനും ഡിസൈനും ഒക്കെ കണ്ടല്ലോ. അപ്പോൾ ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എത്ര വരും എന്നുള്ളത് ഞാൻ ഒരു ഏകദേശം കണക്കാണ് പറയുന്നത്. നമ്മൾ നോർമലി എന്താണ് ഒരു വീടിൻ്റെ പ്ലാനും അതിൻ്റെ 3D കാര്യങ്ങളൊക്കെ വെച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചയും അങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് കാണാതെ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് വിസിറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഈ ഒരു വീടിൻ്റെ ബജറ്റ് ഏകദേശം എത്ര വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 600 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ്. ഇപ്പോൾ നോർമലി നമ്മൾ ചെയ്യുന്ന വർക്കുകൾ ഒരു 11 മുതൽ 13 ലക്ഷം രൂപ വരെ ഈ ഒരു വീടിൻ്റെ ബജറ്റ് പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഇതിൽ കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നത് വിൻഡോസിന് കോൺക്രീറ്റിൻ്റെ കട്ടിലുകൾ വയ്ക്കുക, അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വാൾ തിക്നെസ് കുറവാണ്, ഒരു 18 സെൻറ്റിമീറ്റർ ആണ് വാൾ തിക്നെസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ഉദ്ദേശിച്ചിട്ടുണ്ട്. പിന്നെ ഇവർക്ക് പിന്നെ നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് ഈ ഫൗണ്ടേഷൻ എത്ര വരും എന്നുള്ളത് നമ്മൾ ആ ഒരു പ്ലോട്ട് ചെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് എന്താണ് പറയാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയാറുണ്ട്. പക്ഷെ ഇവിടെ ആ ഒരു ക്ലയൻറ്റിൻ്റെ അവരുടെ ഫാമിലി എന്താ പറയുക അവരുടെ കുടുംബ സ്വത്തും അങ്ങനെ വരുന്നൊരു പ്ലോട്ടാണ്. അപ്പോൾ അവിടെ ഓൾറെഡി വേറെ വീടുകളുണ്ട്. അപ്പോൾ അതിനൊന്നും ഫൗണ്ടേഷനൊന്നും അത്ര കുഴപ്പമുള്ള ഫൗണ്ടേഷൻ ആയിരുന്നില്ല. 2 ആഴ്ചയിൽ തന്നെ കല്ല് കിട്ടിയിരുന്നൊരു സ്ഥലമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞൊരു 11-12 ലക്ഷത്തിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് എന്താണ് കുറഞ്ഞ ക്വാളിറ്റി എന്നല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് വീട് നിർമ്മിക്കാൻ വീടിൻ്റെ പ്ലാനൊക്കെ റെഡിയാലൊക്കെ ചെയ്യാനായിട്ട് താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. വീടിൻ്റെ പ്ലാൻ ഡിസൈനെ സംബന്ധിച്ച വീഡിയോസാണ് ചാനൽ അപ്ലോഡ് ചെയ്തത്. പക്ഷേ അതിലേക്ക് ഇതുപോലെ താല്പര്യമുള്ള ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.